ചക്രവ്യൂഹം. രചന MMG. അവതരണം അപര. മാഡം, താഴെ ഒരാൾ മാഡത്തിനെ കാണാൻ വാശി പിടിക്കുന്നു. മീനയുടെ അരികിലേക്ക് ഓടിക്കിതച്ചൊരു പെൺകുട്ടി വന്ന് കിതപ്പോടെ പറഞ്ഞൊപ്പിച്ചു. ധ്വനിയുടെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്ന മീന പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവരുടെ കണ്ണുകൾ ഇടുങ്ങി, നേത്രഗോളങ്ങൾ അതിവേഗം വികസിച്ചു. മീന ധ്വനിയുടെ വാതിലിലേക്ക് ഒന്നുകൂടി നോക്കിയതിനു ശേഷം തിടുക്കത്തിൽ തിരിഞ്ഞു നടന്നു. അതേ നിമിഷം തന്നെ ധ്വനി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മീനയെ കാണാതെയായപ്പോൾ അവർ പോയെന്നവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് വാതിലിനരികിൽ നിന്നൊരു പെൺകുട്ടി ശ്വാസം ആഞ്ഞു വലിക്കുന്നത് അവൾ കണ്ടത്. എന്തു പറ്റി? ധ്വനിയുടെ സ്വരം നന്നേ ക്ഷീണിച്ചിരുന്നു. ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അവശത അവളുടെ ശരീരത്തിലുമുണ്ടായിരുന്നു. താഴെ ഒരാൾ വന്ന് വലിയ ബഹളം. ഏതോ കുട്ടിയെ കാണാനാണ്. വിസിറ്റിംഗ് ടൈം അല്ല, മാഡത്തിൻ്റെ പെർമിഷൻ വേണമെന്ന് മെസ്സിലെ വനജ ചേച്ചി പറഞ്ഞു. അയാൾ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു. ഒരേലയാളാ. സഹി കേട്ട് ചേച്ചി എന്നെ മാഡത്തിനെ വിളിക്കാൻ പറഞ്ഞു വിട്ടു. മാഡം താഴേക്ക് പോയിട്ടുണ്ട്. താഴെ ഇനി എന്താവും എന്തോ. മാഡത്തിൻ്റെ മുഖമൊക്കെ ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? താൻ വരുന്നുണ്ടോ? ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞ് അവൾ ധ്വനിയെ നോക്കി. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം ധ്വനിക്ക് മനസ്സിലായി. താഴെ നടക്കുന്നത് എന്തെന്നറിയാനുള്ള ഒരാകാംക്ഷ അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ധ്വനി നേർത്ത ചിരിയോടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ കുട്ടി തിരിഞ്ഞോടിയിരുന്നു. ധ്വനി പതിയെ അരബത്തിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു നിന്നു. അടഞ്ഞ കൺപോളയിലൂടെ സൂര്യപ്രകാശം തട്ടുന്നതറിഞ്ഞിട്ടും അവൾ കണ്ണു തുറക്കാനോ അവിടെ നിന്ന് മാറി നിൽക്കുവാനോ ശ്രമിച്ചില്ല. ഇടയ്ക്കെപ്പോഴോ കാക്കയുടെ കരച്ചിലും കുയിലിൻ്റെ കൂവലും ഒപ്പത്തിനൊപ്പം എന്ന പോലെ അവളുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറാൻ തുടങ്ങി. രണ്ടുപേരുടെയും വാശിയോടെയുള്ള പ്രകടനത്തിൻ്റെ പ്രതിഫലമെന്നോണം അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. മായയുടെയും ദയയുടെയും ഒപ്പമുള്ള ജീവിതം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വാശിയും പരിഭവവും നിറഞ്ഞ അവളുടെ ഓർമ്മയിൽ ഇരച്ചെത്തി. ഒപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പഴയ ചിത്രവും. ഞൊടിയിടയിൽ അവളുടെ ഉള്ളിലേക്ക് ഇന്നലെ കോളേജിൽ സംഭവിച്ച കാര്യങ്ങളും അഭിമന്യു പറഞ്ഞ വാക്കുകളും ഓടിയെത്തി. അമ്മ അവരുടെ ജീവിതം നശിപ്പിച്ചുവെന്ന്. എങ്ങനെ? ഇല്ല, അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതെല്ലാം അയാളുടെ തോന്നലുകൾ മാത്രമാവും. അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിന് അവരുടെ ജീവിതം നശിപ്പിക്കണം? നാളെ തന്നെ ഇതേപ്പറ്റി അവിനാഷ് സാറിനോട് സംസാരിക്കണം. മനസ്സിൽ ദൃഢമായ തീരുമാനമെടുത്തവൾ കണ്ണുകൾ തുറന്ന നിമിഷത്തിൽ തന്നെ താഴെ നിന്ന് ചെറിയ രീതിയിൽ ശബ്ദമുയരാൻ തുടങ്ങിയിരുന്നു. അവൾ അരബത്തിയോട് ഒന്നുകൂടെ ചേർന്ന് താഴേക്ക് എത്തി നോക്കി. ഒന്നും കാണാൻ പറ്റാതെ ആയപ്പോൾ അവൾ പതിയെ കണ്ണുകൾ ഗാർഡൻ ഏരിയയിലേക്ക് മാറ്റി. അവിടെ ചിലർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അത്ഭുതത്തോടെയാണ് നോക്കി നിൽപ്പ്. അപ്പോൾ കാര്യമായ എന്തോ വിഷയമാണ്. അവരുടെ വായും പൊളിച്ചുള്ള നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ധ്വനിക്ക് ചിരി വന്നു പോയിരുന്നു. പെട്ടെന്നാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ധ്വനിയെ കണ്ടത്. അവൾ അപ്പോൾ തന്നെ കൂടെയുള്ളവർക്ക് ധ്വനിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ധ്വനിയുടെ ചുണ്ടിലെ ചിരി പതിയെ മാഞ്ഞു. അവരുടെ മുഖത്തെ പരിഭ്രമം അതിവേഗത്തിൽ അവളിലേക്കും പടർന്നു. അകാരണമായ എന്തോ ഒരു ഭയം അവളിൽ പടർന്നു. ധ്വനി! വളരെ ഉച്ചത്തിൽ താഴെ നിന്ന് വിളിക്കുന്നത് കേട്ട് അവൾ ഞെട്ടിവിറച്ചു. ആ ശബ്ദം അവിടെ മുഴുവൻ പ്രതിധ്വനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വീണ്ടും വീണ്ടും അത് കാതിൽ മുഴങ്ങി. എടി, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ തേടി ഞാൻ വരും. വീണ്ടും അതേ മുഴക്കമുള്ള സ്വരം. അവളുടെ കൈകൾ അരഭിത്തിയിൽ അമർന്നു. ആരായിരിക്കും അത്? എവിടെയോ കേട്ടിട്ടുണ്ട്. അവളുടെ മനസ്സിലേക്ക് വേഗം ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞു. അഭിമന്യു. ഇന്നലത്തെ സംഭവം പെട്ടെന്ന് അവളുടെ ഉള്ളിലൂടെ പാഞ്ഞുപോയി. അല്ലെങ്കിൽ എന്നെ തേടി നിന്നെ വരുത്തും. ഒരു ദിവസം നീ ഉണ്ടാകും എൻ്റെ കിടക്കയിൽ. നിൻ്റെ അമ്മ രഹസ്യമായി സമ്പാദിച്ച പേര് ഞാൻ നിനക്ക് പരസ്യമായി ചാർത്തിത്തരും ധ്വനി. അയാൾ വിളിച്ചു പറയുന്ന ഓരോ വാക്കും അവളുടെ ഹൃദയത്തെ കുത്തിത്തുളയ്ക്കാൻ പാകമുള്ളതായിരുന്നു. നെഞ്ചുനീറി, കണ്ണുകൾ പുകഞ്ഞു. വീണ്ടും വീണ്ടും തന്നെ അയാൾ അപകീർത്തിപ്പെടുത്തുന്നു. ഇത്രയും മോശമായ രീതിയിൽ ഇയാൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്? ഇന്നലെ കോളേജ്, ഇന്ന് ഹോസ്റ്റൽ.
ഇയാൾ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നവൾക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ പിന്നിലെ കാരണം അവൾക്ക് വ്യക്തമായില്ല. അവളുടെ തലയും മനസ്സും ഒരുപോലെ ചൂട് പിടിച്ചു. ആ ചൂടിൽ വെന്ത് നീറുന്നത് പോലെ അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും താഴെ നിന്ന് അഭിമന്യു എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൾ താഴേക്ക് ചെല്ലില്ല എന്നറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയേണ്ടവർ എല്ലാവരും അറിഞ്ഞെന്ന് തോന്നിയിട്ടോ എന്തോ അവൻ ദേഷ്യത്തോടെ പിന്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. പക്ഷെ അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു വിജയചിരി ഉണ്ടായിരുന്നു. ധ്വനിയെ എല്ലാവർക്കും മുന്നിൽ അപഹാസ്യയാക്കി നിർത്തിയതോർക്കെ. ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകില്ല. ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ നശിപ്പിച്ചിരിക്കും. എവിടെ പോയാലും നിന്റെ പുറകെ അഭിമന്യു ഉണ്ടാകും. ഉള്ളിലൊരു മന്ത്രം പോലെ ഉരുവിട്ട് അവൻ ഗേറ്റിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലേക്ക് കയറി പതിയെ ഗിയർ മാറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലാത്ത രീതിയിൽ പതിയെ സമാധാനത്തോടെയാണ് അഭിമന്യു കാർ ഓടിച്ചത്. മുഖത്തെ ക്രൂരത മാഞ്ഞു. ഉള്ളിൽ അമ്മയും അവിയും അനുവും നിറഞ്ഞു. അബദ്ധവശാൽ പോലും അച്ഛൻ്റെ മുഖം തെളിയാതെ ഇരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. അമ്മയെ വേദനിപ്പിച്ചവരെ ഞാനും വേദനിപ്പിച്ചു അമ്മേ. അവനിൽ ഒരു സംതൃപ്തി നിറഞ്ഞു. എത്രയും വേഗം അമ്മയെ കാണാൻ തോന്നി. ഞൊടിയിടയിൽ ഗിയർ മാറ്റി കാറിൻ്റെ വേഗത കൂട്ടി അവൻ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. ഹോസ്റ്റലിലെ എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. മീന മാഡത്തിൻ്റെ ക്യാബിനിൽ ഒരരികിലായി ധ്വനി ഒതുങ്ങി നിന്നു. മീന അവളെ തന്നെ നോക്കി കസേരയിൽ ഇരിക്കുകയായിരുന്നു. ധ്വനിയുടെ കണ്ണുകൾ ചുവന്നു പോയിരുന്നു. ആരാ ധ്വനിയ ചെറുപ്പക്കാരൻ? അറിയില്ല മാഡം. അവളുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. ആദ്യമായിട്ടാണ് മാഡം തന്നോട് ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുന്നത്. താനായിട്ട് ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുമില്ല. നിനക്കറിയാത്ത ഒരാൾ ഇവിടെ വന്ന് ഇതുപോലെ സംസാരിക്കുമോ? ഇന്നലെ കോളേജിൽ വന്നതും ഇയാൾ തന്നെയാണോ? ധ്വനി ഞെട്ടലോടെ മുഖമുയർത്തി മീനയെ നോക്കി. ആണോ അല്ലയോ? മീനയുടെ സ്വരം മുറുകിയിരുന്നു. അതെ മാഡം. മീനയുടെ മുഖത്തെ ഗൗരവം അവളെ കൂടുതൽ വിഷമിപ്പിച്ചു. നിനക്കയാളുടെ പേരറിയുമോ? അറിയാം. ഇന്നലെ കോളേജിൽ വന്നപ്പോൾ മുകുന്ദൻ സാർ വിളിക്കുന്നത് കേട്ടു. വീടറിയുമോ? ഇല്ല. പക്ഷേ അവിനാഷ് സാറിൻ്റെ ബ്രദറാണ് അയാൾ. അവളുടെ സ്വരം ഇടറി. തൊണ്ട വറ്റി തുടങ്ങിയിരുന്നു. അതറിഞ്ഞതുപോലെ മീന മേശപ്പുറത്തെ കുപ്പി അവൾക്ക് നേരെ നീട്ടി. ഇവിടെ ഇരിക്കും. മുന്നിലെ കസേര ചൂണ്ടി പറഞ്ഞത് കേട്ട് അവൾ വേഗം കസേരയിലേക്കിരുന്നു. മാഡം. അവളിൽ നിന്ന് ഏങ്ങലുകൾ ഉയർന്നു. മീന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു. ധ്വനി പതിയെ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി കഴിഞ്ഞിരുന്നു. മീന അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവളുടെ തലയിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. മായക്കെതിരെയുള്ള ആരോപണം ഒരിക്കലും മീനയ്ക്കും വിശ്വസിക്കാൻ സാധിക്കാത്തതായിരുന്നു. മാഡം, ഞാനൊന്ന് വീട് വരെ പൊയ്ക്കോട്ടെ? കരച്ചിലൊന്നടങ്ങിയപ്പോൾ അവൾ ആ മുഖമുയർത്തി അവരോട് ചോദിച്ചു. വർക്കിംഗ് ഡേ അല്ലേ? ക്ലാസ് മിസ്സാവില്ലേ? ഇപ്പം തന്നെ ഒരുപാട് മിസ്സായില്ലേ മോളെ? പ്ലീസ് മാഡം, എനിക്ക് പോയേ പറ്റൂ. അമ്മയുടെ ഒപ്പം കുറച്ച് നേരം എനിക്ക് ഇരുന്നേ പറ്റൂ. ഒറ്റയ്ക്ക് അവിടെ ദയയും കുട്ടിക്കൊന്നാൽ. ഒരു ചെറുമൂളലോടെ അവൾ അവരിൽ നിന്ന് അടർന്നു മാറി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ധ്വനി, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ വനജയോട് എടുത്തു വെക്കാൻ പറയാം. ഭക്ഷണം കഴിച്ച് വേഗം ഫ്രഷായി ബാഗിൽ 2-3 ഡ്രസ്സും ഫോണും എടുത്തവൾ താഴേക്കിറങ്ങി. താഴെ അവളെ കാത്ത് മീനയും വനജയും ഉണ്ടായിരുന്നു. ഇത് വെച്ചോ. ധ്വനിയുടെ കയ്യിലേക്ക് മീന വെച്ചു കൊടുത്ത നോട്ടുകൾ അവൾ സ്നേഹത്തോടെ നിരസിച്ചെങ്കിലും അവർ നിർബന്ധപൂർവ്വം അവളെ അത് തിരികെ ഏൽപ്പിച്ചു. ആ നിമിഷത്തിൽ അവൾ അവിടെ കണ്ടത് മീനയെ ആയിരുന്നില്ല, മായയായിരുന്നു. ചെല്ല്, ഇനിയും വൈകണ്ട. അവൾ തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നു. റോഡിലേക്കിറങ്ങി ആദ്യം കണ്ട ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. 15 മിനിറ്റിനുള്ളിൽ അവൾ സ്റ്റാൻഡിലെത്തി. അവിടെ ആദ്യം കണ്ട കോട്ടയം ലിമിറ്റഡിൽ കയറിയിരുന്നു. കോട്ടയത്തേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ നിന്ന് ഏറ്റുമാനൂർക്ക് 1/2 മണിക്കൂറും. ദയയെ വിളിക്കണോ? വേണ്ട, താൻ ഒറ്റയ്ക്ക് മതി. ബസ് പതിയെ നീങ്ങി തുടങ്ങി.
കാഴ്ചകൾ അവൾക്ക് വിരസമായി തോന്നി. കാണുന്ന കാഴ്ചകളുടെ നിറം മങ്ങി തുടങ്ങിയതുപോലെ. 1 മണിക്കൂറിനൊടുവിൽ അവൾ കോട്ടയം സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് അടുത്ത ബസ് കയറണം. അങ്ങോട്ടേക്കുള്ള ബസ്സുകൾ കുറവായതുകൊണ്ട് അവൾക്ക് കുറച്ചുനേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. വീണ്ടും അടുത്ത ബസ് യാത്ര. അവളുടെ പള്ളി സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ കുറച്ചധികം ആളുകൾ ഇറങ്ങാനും കയറാനുമൊക്കെ തിക്കും തിരക്കും കൂട്ടുന്നുണ്ടായി. ഏറ്റവും ഒടുവിലാണ് അവൾക്ക് ഇറങ്ങാൻ പറ്റിയത്. അവൾ ഇറങ്ങാൻ കാത്തു നിന്നതുപോലെ കുറച്ചുപേർ അവളെ തള്ളി മാറ്റി ബസ്സിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. ബസ് പോകുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു. ബസ് പോയി കഴിഞ്ഞ് അവൾ റോഡ് മുറിച്ച് കടന്ന് വീട്ടിലേക്ക് നടന്നു. പള്ളി കഴിഞ്ഞ് കുന്നിറങ്ങി നടക്കുമ്പോൾ തന്നെ അവൾ കണ്ടു അനാഥമായി കിടക്കുന്ന തൻ്റെ വീടിനെ. ആദ്യത്തെ ഒരു ഇടത്തുചാട്ടത്തിൽ താൻ ഇറങ്ങിപ്പോന്നെങ്കിലും ഇതുവരെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നിട്ടില്ല. അവളുടെ നെഞ്ചിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. ഒറ്റയ്ക്ക്. അതെ, ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ചേർത്ത് പിടിക്കാനാകെയുള്ളത് ദയ മാത്രം. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കായി പോയി. ഒറ്റയ്ക്കാക്കി പോയി എല്ലാവരും, അല്ലേ? അവൾ മുറ്റം കടന്ന് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അകത്തെ മാലയിട്ട് വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നോക്കി അവൾ വീണ്ടും മുഴിഞ്ഞു. ഒറ്റയ്ക്ക് പോയല്ലേ എല്ലാവരും. കണ്ണുനീരൊഴുകിയിറങ്ങി. ബാഗ് ഹാളിൽ തന്നെ വെച്ചതിന് ശേഷം അവൾ വാതിലടച്ച് കുറ്റിയിട്ടു. മായയുടെ മുറിയിലേക്ക് കയറി കിടക്കയിലേക്ക് കിടന്നു. കണ്ണുനീർ വറ്റി തുടങ്ങി. ഉറക്കം അവളെ കീഴ്പ്പെടുത്തി. ദീർഘമായൊരു ഉറക്കത്തിലേക്ക് അവൾ വഴുതി വീണു. എല്ലാം മറന്നവൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് പോലെ ആശ്വാസത്തോടെ മയങ്ങി. സമയം കടന്നുപോയി. നിർത്താതെയുള്ള ഫോൺ ബെൽ അവളുടെ ഉറക്കത്തെ അലോസരപ്പെടുത്തി. പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവൾ ഹാളിലേക്ക് ചെന്നു. ബാഗിൽ നിന്ന് ഫോൺ എടുത്തപ്പോഴേക്കും കോള് കട്ടായി കഴിഞ്ഞിരുന്നു.